ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് 21 ദിവസം ശ്രീമദ് ദേവി ഭാഗവതം പുരാണോപദേശമാണ് കേൾക്കാൻ പോണത് കേട്ടോ. വ്യാസൻ തുടർന്ന് പറയാണ്, ഇങ്ങനെ ഭ്രമിച്ച് ആലിലയിൽ കിടക്കുന്ന വിഷ്ണുവിനോട് ദേവി പറഞ്ഞു അത്രേ, എന്തിനാണ് നീ വിസ്മയിക്കുന്നത്? സൃഷ്ടി പ്രളയങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നീ വീണ്ടും ജനിക്കണു. മഹാശക്തി പ്രഭാവത്താൽ നീ എന്നെ ഓരോ തവണയും വിസ്മരിക്കുകയും ചെയ്യുന്നു. പരാശക്തി നിർഗുണയാണ്, നീയും ഞാനും പോലും സഗുണയാണ്. സാത്വികമായ എല്ലാ ശക്തികളും എൻ്റെ പ്രഭാവമായി നീ അറിഞ്ഞാലും നിന്റെ പൊക്കിൽ താമരയിൽ നിന്നും രജോ ഗുണസമ്പന്നനായ ബ്രഹ്മാവുണ്ടാവും. അദ്ദേഹമാണ് സകല ലോകങ്ങളെയും സൃഷ്ടിക്കുക. തപസ് ചെയ്ത് കിട്ടുന്ന ശക്തിയിലാണ് അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യാൻ കഴിവുണ്ടാവുന്നത്. 3 ലോകവും രജസ്സിനാൽ രക്തവർണമാക്കി പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സ് മുതലായ അതിദേവതമാരെയും കൊണ്ടാണ് ബ്രഹ്മാവ് ലോക സൃഷ്ടി ചെയ്യുന്നത്. സൃഷ്ടാവായ ബ്രഹ്മാവും സ്ഥിതി പരിപാലകനായ നീയും തമസി ശക്തിയെ സ്വാംശീകരിച്ച് രുദ്രൻ സംഹാരത്തിനായും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ രുദ്രൻ എല്ലാറ്റിനെയും അവസാനിപ്പിക്കുന്നു. അതിനാൽ ഞാൻ സ്വാത്വികീ ശക്തിയായി നിന്റെ അരികിൽ നിൽക്കുകയാണ്. ഹേ മധുസൂദന, ഞാൻ നിന്റെ ഹൃദയ കമലത്തിൽ സദാ നിവസിക്കുന്നു എന്ന് നീ അറിയുക. അപ്പോൾ വിഷ്ണു ചോദിച്ചു, സ്ഫുടാക്ഷരത്തിൽ ഞാൻ അശരീരിയായി കേട്ട പരമാർത്ഥമായ ശ്ലോകാർത്ഥം ആരാണ് ശബ്ദിച്ചത്? നിർധനൻ ധനത്തിനായി എന്നതുപോലെ അതറിയാൻ എന്നിൽ കലശലായ ആഗ്രഹമുണ്ട്. മഹാലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു, മഹാവിഷ്ണു, എന്നെ ഇപ്പോൾ സഗുണയായി അങ്ങേക്ക് കാണാം. എന്നാൽ ഈ സഗുണത്തിനു നിദാനമായ നിർഗുണത്തെ അങ്ങ് കാണുന്നില്ല. നിന്റെ ഹിതാർത്ഥമാണ് അത്യന്തം രഹസ്യമായ ഇക്കാര്യം നിന്നെ ആ ദേവി അറിയിച്ചത്. ആ ദേവിയാണ് നിന്നിൽ ഭാഗവത തത്വം പ്രകടമാക്കണത്. വേദസാരമായ ഭാഗവതം സകല ശാസ്ത്രത്തിൻ്റെയും സാരം തന്നെയാണ്. ഒരിക്കലും മറക്കാനിടയാവാതെ സൂക്ഷിക്കേണ്ട മഹത്തായ തത്വമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവനാകയാൽ ദേവി സ്വയം നിനക്കായി ഈ ഉപദേശം നൽകി എന്നറിയുക. 3 ലോകത്തിലും ഇതിൽ കൂടുതൽ അറിയാൻ ഒന്നുമില്ല. വ്യാസൻ തുടർന്ന് പറയാണ്, ചതുർഭുജനായ വിഷ്ണു മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് അവ ഉത്തമമായ മന്ത്രമായി കരുതി ധ്യാനത്തിലാണ്ടൂത്രേ. കാലമേറെ കഴിഞ്ഞപ്പോൾ ഭഗവത് നാഭിയിൽ നിന്നുമുണ്ടായ ബ്രഹ്മാവ് ദൈത്യന്മാരെ പേടിച്ച് വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു തുടങ്ങി. അങ്ങനെ മധുകൈടവന്മാരെ കൊന്നതിനു ശേഷം ഭഗവാൻ ആ ശ്ലോകാർത്ഥത്തെ വീണ്ടും സ്ഫുടമായി ജപിച്ചു. ശ്രീഹരി പോലും മന്ത്രജപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട് പ്രജാപതി ചോദിച്ചു, അങ്ങ് സർവശക്തനല്ലേ, പിന്നെ ഇനി ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? ആരെ സ്മരിച്ചിട്ടാണ് അങ്ങ് ഇത്ര സന്തുഷ്ടനായിരിക്കുന്നത്? അപ്പോൾ വിഷ്ണു പറയാണ്, എന്നിലും നിന്നിലും കുടികൊള്ളുന്ന കാര്യകാരണ രൂപിണിയായിട്ടുള്ള ആ ശക്തിയെ, ആ ഭഗവതിയെ അറിയുക. ഈ അലയാഴികൾ ആരെ ആധാരമാക്കിയാണോ സഗുണയായി മഹാശക്തി വിളങ്ങുന്നത്, ആരാണോ ചരാചര സംയുക്തമായ ഈ ഭൂമിക്ക് നിദാനമായിരിക്കുന്നത്, അവൾ പ്രസന്നയായാൽ പിന്നെ സകലർക്കും മുക്തിയായി. പരമമായ വിദ്യയും മുക്തിയും ഹേതുവും സർവത്തിൻ്റെയും ഈശ്വരിയുമായ ഭഗവതി തന്നെയാണ് സംസാര ബന്ധനത്തിൻ്റെയും കാരണമായി വർത്തിക്കുന്നത്. അവളുടെ ഇച്ഛാശക്തിയിൽ നിന്നുമാണ് ഞാനും നീയുമടക്കം എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. യാതൊരു ശങ്കയ്ക്കും ഇടയില്ലാത്ത വണ്ണം എനിക്ക് പറയാനാകും. വ്യാസൻ തുടർന്ന് പറയാണ്, ഈ ശ്ലോകാർത്ഥത്തിൽ പറഞ്ഞ ഭാഗവതം പരമസത്യമത്രേ. അത് ദ്വാപരാദി യുഗങ്ങളിൽ വിപുലമായി വിസ്തരിക്കപ്പെടും. ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങൾ നാരദന് വേണ്ടി വിസ്തരിച്ചു പറഞ്ഞ ഭാഗവതത്തിന്റെ സാരാംശമെടുത്ത് 12 സ്കന്ധങ്ങളാക്കിയത് ഞാനാണ്. വേദതുല്യമായതും പഞ്ചലക്ഷണങ്ങൾ
തികഞ്ഞതുമായ ഈ പുരാണം നീ പഠിക്കേണ്ടതാണ് എന്ന് ശ്രീശുകനോട് വേദവ്യാസൻ പറയുകയാണ്. തത്വജ്ഞാനങ്ങൾ നിറഞ്ഞതും വേദാർത്ഥങ്ങളാൽ സമ്പന്നവുമാണ് ഭാഗവതം. വൃത്രാസുര വധം മുതലായ കഥകളും ബ്രഹ്മവിദ്യയുടെ സംക്ഷിപ്ത രൂപവും നിനക്കിതിൽ നിന്നും കിട്ടും. അജ്ഞാതമില്ലാതാക്കുന്ന 18,000 ശ്ലോകങ്ങളും നീ പഠിക്കുക. മംഗളപ്രദവും തലമുറകളെ പോലും അനുഗ്രഹീതമാക്കുന്നതുമായ ഈ ഗ്രന്ഥം പഠിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക് ശാന്തി സുഖസമ്പത്തുകൾ പ്രദാനം ചെയ്യും. ലോമഹർഷണന്റെ പുത്രനായ ഈ പുണ്യാത്മാവ് എൻ്റെ ശിഷ്യനാണ്. അവനും നിന്നെ പോലെ ഈ പുരാണം പഠിക്കട്ടെ. ഇങ്ങനെയാണ് പുത്രനോട് പറഞ്ഞ് വ്യാസൻ ഞങ്ങളെ രണ്ടുപേരെയും ഈ പുരാണം പഠിപ്പിച്ചത്. പുരാണം പഠിച്ച ശേഷം ശുഗനാണെങ്കിൽ കർമ്മത്തിലൊന്നും ശ്രദ്ധയില്ലാണ്ട് വ്യാസന്റെ ആശ്രമത്തിൽ കഴിഞ്ഞു പോന്നു. ഭക്ഷണത്തിൽ താല്പര്യമില്ലാതെ സദാ മൗനിയായി ശുഗൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന മകനെ കണ്ട് വിഷമം തോന്നിയിട്ട് വ്യാസൻ മകനോട് ചോദിച്ചു, മകനെ, നിന്നെ അലട്ടുന്ന വിഷയം എന്താണ്? നിന്റെ പിതാവായ ഞാനുള്ളപ്പോൾ കടം കേറി പൊറുതി മുട്ടിയ ദരിദ്രന്റെ ഭാവത്തിൽ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്? വേണ്ടതുപോലെ സുഖമൊക്കെ ആസ്വദിച്ച് നീ ശാസ്ത്രപ്രോക്തങ്ങളായ കാര്യങ്ങളെപ്പറ്റി വിചിന്തനം ചെയ്താലും, അങ്ങനെ ജ്ഞാനത്തെ ആത്മാനുഭൂതിയാക്കി മാറ്റിയാലും, അല്ല നിനക്ക് എൻ്റെ ഉപദേശം കൊണ്ട് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ നീ ജനകനെ ചെന്ന് കാണുക. സത്യവാനും ജീവമുക്തനും വിദേഹനുമായ ആ മഹാത്മാവ് നിന്റെ ആശങ്കകളെയെല്ലാം തീർത്തു തരും. വ്യാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശുഗന് സംശയമായി. ജനകൻ രാജാവല്ലേ? നാടുവാഴുന്ന രാജാവ് ജീവൻ മുക്തനാണെന്നോ? മിക്കവാറും അത് വെറും പൊങ്ങച്ചം പറച്ചിൽ മാത്രമായിരിക്കും. വിദേഹൻ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുന്നത് വന്ധ്യാപുത്രൻ എന്ന് പറയുന്നത് പോലെ തന്നെ അസംബന്ധം തന്നെയാണ്. എന്നാലും ഈ ജനക മഹാരാജാവിനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. താമര ഇലയിൽ ജലമെന്നതുപോലെ അദ്ദേഹം സംസാരത്തിൽ വർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയണം. വിദേഹൻ എന്ന് പറഞ്ഞത് ശരീരം നശിച്ചവൻ എന്ന് തന്നെയാണല്ലോ. അദ്ദേഹത്തിന് അമ്മ, ഭാര്യ, പുത്രൻ എന്നിങ്ങനെ ഭേദബുദ്ധിയില്ല എന്നാണോ പറയുന്നത്? അല്ല, ഭേദബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെ ജീവമുക്തനാകും? രസങ്ങളെ രസനായി അറിയുന്നുവെങ്കിൽ ആ നാവ് ഭോഗങ്ങൾ അനുഭവിക്കുന്നു എന്ന് നിശ്ചയം. അതുപോലെ ശീതോഷ്ണ സുഖങ്ങൾ വിവേചിച്ചറിയുന്നവർ എങ്ങനെയാണ് ജീവമുക്തനാവുക? കള്ളനെയും യോഗിയെയും ഒരുപോലെ കാണാൻ പറ്റുമോ? അതും ഒരു രാജാവിന്. ഗൃഹസ്ഥാശ്രമിയായ രാജാവ് എങ്ങനെയാണ് മുക്തനാവുക? ആ നൃപനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ മിഥിലയിലേക്ക് പുറപ്പെടുകയായി. ജീവമുക്തനായ ഒരുവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് നമ്മുടെ ശ്രീശുക മുനി. അങ്ങനെ ശ്രീശുക മുനിക്ക് മിഥിലയിൽ പോകണം. മിഥിലയിൽ പോയിട്ട് അവിടുത്തെ രാജാവായിട്ടുള്ള ജനകനെ കാണാം. നാളെ ശുഗമുനി പോവാണ് മിഥിലയിലേക്ക്. മിഥില ആഗമനാണ് നാളെ കാണാൻ പോണത് കേട്ടോ. അപ്പോൾ സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.